ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ അമ്മയുടെ മനസ്സിന് ഇടർച്ചയുണ്ട്. അമ്മയുടെ ഹൃദയം തന്നെ അച്ഛൻ വെട്ടിപ്പൊളിച്ചത്. ചാകണമെങ്കിൽ നമുക്കത് ഒരുമിച്ചാവാം. അമ്മ അപ്പോഴും കൂട്ടുണ്ടാവും നിനക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ലേ? ഉണ്ടായിരുന്നു സാറേ. അമ്മ ആങ്ങളെ മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പൊ അവര് വീടൊക്കെ വിറ്റു. കുറച്ചു ദൂരെ ഒരു വാടക വീട്ടില. എങ്കിൽ നിങ്ങൾ എന്റെ വണ്ടി കയറ്, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം. അത് നടക്കൂല സാറേ. ഞാൻ ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാ. അമ്മയൊന്നും എന്നോട് ഇതുവരെ പുറത്തിട്ടില്ല, എന്നെ അങ്ങോട്ട് കയറ്റില്ല. അല്ല, നിങ്ങളുടെ ഈ അവസ്ഥ അറിയുമ്പോ അവര് സഹായിക്കാതിരിക്കോ? നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ. നമുക്ക് അവിടം വരെ പോയി ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാം. കാറിലോട്ട് കയറ്. വേണ്ട സാറേ. ചാവാനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോ ഈ കുഞ്ഞിന്റെ മുഖമൊന്നും നിങ്ങൾക്ക് ഓർത്തൂടെ? നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ. നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ച് വണ്ടി കയറ്. ആ വാ, കയറ്, വാ. മോൾ ഉറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ. അമ്മേ, ഞാനിപ്പോ അമ്മാവനെ വിളിച്ചിരുന്നു. ഹരി അമ്മാവനോട് കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടും ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞ. നീ വിഷമിക്കണ്ട. അവൻ എവിടെ പോവാനാ? കൂടി വന്ന ആ പാടത്ത് പോയിരിക്കും, കരയും. അത് കഴിയുമ്പോ മോളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഹരിയെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല അമ്മ. എനിക്കറിയാം ഹരിയുടെ മനസ്സ്. നമുക്ക് പാടത്തൊന്ന് പോയി നോക്കിയാലോ? ഈ നേരത്തോ? മോളെ, ഈ നേരത്ത് ഞാനും നീ ഒന്നിച്ചിറങ്ങിയ എന്തൊക്കെയാ സംഭവിക്കാന്ന് നിനക്കറിയില്ലേ? പിന്നെ ജീവൻ പറഞ്ഞൊരു ഭീഷണിയുണ്ടല്ലോ. നിന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയ അത് ഹരിയോടാണ് തീർക്കുകയെന്ന്. അവനത് ചെയ്യും മോളെ. ഒരു കേസിൽ അകപ്പെട്ടാൽ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച മോളത് സഹിക്കൂ? പറ. ഞാൻ എന്താ അമ്മേ ചെയ്യണ്ട? ജീവിക്കാൻ സമ്മതിക്കില്ല, ഒന്ന് കരയാൻ പോലും സമ്മതിക്കില്ല. പണ്ടുള്ളവര് പറയാറില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുവെന്ന്. ആ വളർച്ചയിപ്പൊ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവങ്ങൾ പോലും നിശബ്ദരായി പോവും ഇതുപോലെയുള്ളവര് കൊല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോ. എന്നെ ചൊല്ലില്ല അമ്മ ഈ പ്രശ്നങ്ങള്. എത്രയോ നാള് മുന്നേ ഞാൻ അമ്മയോട് ചോദിച്ചതാ ഈ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്ന്. അന്ന് അമ്മയാണ് എന്നെ തടുത്തു നിർത്തിയത്. അപ്പോ അമ്മയ്ക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അച്ഛനുണ്ട്, എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനും നമ്മളെ വിട്ടു പോയില്ല. ഇനി എന്തിനാ അമ്മ ഞാൻ ഇങ്ങനെ ബാക്കിയാവുന്ന? പണ്ടമ്മ നിന്നോട് പറഞ്ഞിരുന്നത് ഒരുമിച്ച് ജീവിക്കണമെന്ന, എല്ലാത്തിലും പിടിച്ചു നിൽക്കണമെന്ന. ഇപ്പൊ അമ്മയുടെ മനസ്സിന് ഇടർച്ചയുണ്ട്. അമ്മയുടെ ഹൃദയം തന്നെ അച്ഛൻ വെട്ടിപ്പൊളിച്ചത്. ചാകണമെങ്കിൽ നമുക്കത് ഒരുമിച്ചാവാം. അമ്മ അപ്പോഴും കൂട്ടുണ്ടാവും നിനക്ക്. അമ്മ
മോൾക്ക് എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം വല്ലതും വാങ്ങിച്ചു കൊടുക്കണോ? വേണ്ട സാറേ, ഈ ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരം. അതൊന്നും സാരമില്ല. എന്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങളെ അങ്ങ് അവിടെ എത്തിച്ചെന്നാ മതി സാറേ. അല്ല, ഇനി എങ്ങോട്ടാ? അവിടെ നിന്ന് എടുത്തോട്ട് സാറേ. സാറേ, അവിടെ നിർത്തിയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്, കാറ് പോവില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് നടന്നു പൊക്കോളാം സാറേ. അല്ല, ഈ വീട്ടില് നിങ്ങൾ തനിച്ചാണോ പോകുന്നത്? അല്ല, സാറ് പൊക്കോ. അല്ല, ഇതിപ്പോ നേരെ ഒരുപാട് രാത്രിയായില്ലേ? ഇനിയിപ്പം മോളും നിങ്ങളും കൂടി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോണ്ടേ? ഞാൻ അങ്ങോട്ട് വിട്ടുതരാം. കുഴപ്പമില്ല സാറേ, എന്റെ വീട്ടുകാരുടെ അടുത്തേക്കല്ലേ, ഞാൻ പൊക്കോളാം. ഞാൻ വരാന്നേ. നിങ്ങളെന്തായാലും ഇതുവരെ എത്തിച്ചില്ലേ? നിങ്ങളെ വീട്ടിലെത്തിച്ചില്ലെങ്കിലേ എനിക്ക് ഒരു സമാധാനമില്ല. സാറേ, ദാ അവിടെ നിർത്തിക്കോ. അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് തനിച്ചു പോണ്ടേ? കുഴപ്പമില്ല, സാറ് പൊക്കോളൂ. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. നേരെ ഒരുപാട് വൈകിയില്ലേ? മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ നിങ്ങളെ അങ്ങോട്ടുണ്ടാക്കാം. അത് കുഴപ്പമില്ല സാറേ, കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് വരാം. എന്തായാലും ഇവിടം വരെ വന്നില്ലേ? നിങ്ങളെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ നടന്നോ. സാറിന് ബുദ്ധിമുട്ടായില്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഇതൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന സഹായോ? ശരിയാ സാറേ, അത് വലിയൊരു സഹായം തന്നെയാ. മധുരനും